നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 1981 കുബ്നറും കാസ്പ്രോവും ഇംഗ്ലീഷ് ഓപ്പണിങ്ങിൽ കളിച്ചിട്ടുള്ള ഒരു ഗെയിം പരിചയപ്പെടാം. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെസ്സ് കളിക്കുന്ന സമയത്ത് ഓപ്പണിങ്ങിലും മിഡിൽ ഗെയിമിലും എൻഡ് ഗെയിമിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ചെസ്സിനെക്കുറിച്ച് ബിഗിനേഴ്സിനുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആദ്യം വൈറ്റ് ഒരു നീക്കം നടത്തുന്നു, അതിനുശേഷം ബ്ലാക്ക് ഒരു നീക്കം നടത്തുന്നു, അങ്ങനെ ഒന്നിടവിട്ട് നീക്കങ്ങൾ നടത്തുന്ന ഒരു ഗെയിം മാത്രമാണ് ചെസ് എന്നുള്ളതാണ്. ചെസ് എന്ന് പറയുമ്പോൾ വൈറ്റോ ബ്ലാക്കോ ഒരു ഗ്രൂപ്പായ നീക്കങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഡിഫെൻസോ കമ്പോസ് ചെയ്തുകൊണ്ടാണ് നീക്കങ്ങൾ നടത്തുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ നീക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ കാണുന്നവർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ഈ ഒരു ഗെയിം എഴുതിയെടുക്കുക. ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക. ഒരു ഗെയിമിലെ ഗ്രൂപ്പായ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു അറ്റാക്കിംഗ് മൂവോ അല്ലെങ്കിൽ ഡിഫെൻസിങ് മൂവോ ആരംഭിക്കുന്നത് ഏതു രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ മൂന്നാമത്തെ നീക്കം E6 എന്ന ഒരു ഡിഫെൻസിങ് മൂവിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് വൈറ്റിന് അറ്റാക്കിംഗ് മൂവിലാണോ ഡിഫെൻസിങ് മൂവിലാണോ അടുത്ത നീക്കങ്ങൾ ആരംഭിക്കേണ്ടത് എന്ന് തീരുമാനിക്കാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് നോർമൽ മൂവ്മെൻറ്റ്സും നടത്തേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ G3 എന്ന നീക്കത്തോടെ ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരു നോർമൽ മൂവാണ് വൈറ്റ് ആരംഭിച്ചിട്ടുള്ളത്. അടുത്തതായി ബ്ലാക്കിൻ്റെ ആറാമത്തെ മൂവ് BE7 എന്ന ഒരു ഡിഫെൻസ് മൂവോടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ മൂവിൽ വൈറ്റ് D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു അറ്റാക്കിംഗ് മൂവോടെ ആരംഭിക്കുകയും അതിനുശേഷം ബ്ലാക്കിൻ്റെ എട്ടാമത്തെ മൂവിൽ D6 അവസാനിക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗെയിം മനസ്സിലാക്കേണ്ടത്. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ എഴുതി വച്ച ശേഷം മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. പോൺ C4. ചെസ്സ് കളിക്കുന്ന സമയത്ത് വൈറ്റിന് ഒരു മുൻതൂക്കമുണ്ട്. എന്താണ് ആ മുൻതൂക്കം എന്ന് പറയുന്നത്? ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് ആണ്. ആദ്യം നീക്കം നടത്തുവാനുള്ള അവകാശം വൈറ്റിനായതുകൊണ്ട് തന്നെ ആദ്യത്തെ നീക്കം ഇപ്പോൾ C4 എന്ന നീക്കം നടത്തുമ്പോൾ D5 എന്ന സ്ക്വയറിനെ അറ്റാക്ക് ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഈ ഒരു നീക്കത്തെ ഡിഫെൻഡ് ചെയ്യുന്നു. ഓപ്പണിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുക, എല്ലാ പീസുകളെയും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുക, ക്യാസലിംഗ് ചെയ്യുക എന്നീ കാര്യങ്ങളാണ്. നൈറ്റ് C3, നൈറ്റ് F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് D5, E4 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുമ്പോൾ നൈറ്റ് C3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്നു. പോൺ C5 എന്ന നീക്കം നടത്തിക്കൊണ്ട് D4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും വൈറ്റിൻ്റെ C4 ഇരിക്കുന്ന പോണിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. നൈറ്റ് F3 എന്ന നീക്കം നടത്തുമ്പോൾ D4, E5 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. പോൺ E6 എന്ന നീക്കം നടത്തിക്കൊണ്ട് D5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കുവാൻ ബ്ലാക്ക് ശ്രമിക്കുന്നു. C4 എന്ന നീക്കത്തിൻ്റെ തുടർച്ചയായി വന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ കാണുന്നത്. ബ്ലാക്കും വൈറ്റും പോണുകളും നൈറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ E6 എന്ന മൂവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈറ്റിൻ്റെ C4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം D5 എന്ന നീക്കം നടത്തുന്നത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജിൻ്റെ ലക്ഷ്യമായിട്ടുള്ള D5 എന്ന സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ ഒരു പോണിനെ എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ഒരു പൊസിഷൻ സമനിലയിൽ എത്തിക്കുവാൻ സാധിക്കുന്നു. C4 എന്ന നീക്കത്തിൻ്റെ തുടർച്ചയായി വരുന്ന ഗ്രൂപ്പിലെ നീക്കങ്ങൾ E6 എന്ന നീക്കത്തോടു കൂടി അവസാനിക്കുന്നു. ഒരു ഗെയിമിൽ പീസുകളെ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്കിംഗ് മൂവ്, ഡിഫെൻസിങ് മൂവ് എന്നിങ്ങനെ രണ്ട് നീക്കങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുക. അതിൽ അറ്റാക്കിംഗ് മൂവ് എന്ന് പറയുന്നത് പോണുകൾ ഉപയോഗിച്ചാണെങ്കിൽ
വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ തേർഡ് റാങ്കിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ അത് ഡിഫെൻസിങ് മൂവും, ഫോർത്ത് റാങ്കിലേക്ക് നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അത് അറ്റാക്കിംഗ് മൂവുമാണ്. കാരണം തേർഡ് റാങ്കിലേക്ക് നീക്കങ്ങൾ നടത്തുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ ഫോർത്ത് റാങ്കാണ് പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഫോർത്ത് റാങ്കിലേക്കാണ് നീക്കങ്ങൾ നടത്തുന്നത് എങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ രാജ്യത്തെ ഫിഫ്ത്ത് റാങ്ക് നിയന്ത്രിക്കുവാൻ പോണുകൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് E6 എന്ന നീക്കം ഒരു ഡിഫെൻസിങ് മൂവ് ആയിരുന്നു. നമ്മൾ അതിനുശേഷം മൈനർ പീസുകളാണ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ നൈറ്റുകൾ ഉപയോഗിച്ച് അറ്റാക്കിംഗ് മൂവ് നടത്തുകയാണെങ്കിൽ വൈറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. ബ്ലാക്കും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് C3, F3 എന്നീ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അത് അറ്റാക്കിംഗ് മൂവും, D2, E2 എന്നീ നീക്കങ്ങളാണ് നടത്തുന്നത് എങ്കിൽ അത് ഡിഫെൻസിങ് മൂവുമാണ്. A3, H3 എന്നീ നീക്കങ്ങൾ നമ്മൾ നടത്താറില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല. നമ്മൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കേണ്ടത്. ബിഷപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. സെക്കൻഡ് റാങ്കിലേക്കാണ് നീക്കം നടത്തുന്നത് എങ്കിൽ ഡിഫെൻസിങ് മൂവും, തേർഡ് റാങ്കിലേക്കോ ഫോർത്ത് റാങ്കിലേക്കോ ഫിഫ്ത്ത് റാങ്കിലേക്കോ നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് അറ്റാക്കിംഗ് മൂവുമായി പരിഗണിക്കാം. വൈറ്റിൻ്റെ ബിഷപ്പുകളെ സെക്കൻഡ് റാങ്കിലേക്ക് നീക്കം നടത്തുന്നത് ഡിഫെൻസിങ് മൂവും, ഫോർത്ത് റാങ്കിലേക്ക് നീക്കം നടത്തുന്നത് അറ്റാക്കിംഗ് മൂവുമാണ്. തേർഡ് റാങ്കിലേക്ക് നീക്കം നടത്തുന്നതും അറ്റാക്കിംഗ് മൂവായി നമുക്ക് പരിഗണിക്കാം. എങ്കിലും തേർഡ് റാങ്കിലേക്കാൾ കുറച്ചുകൂടി നല്ല നീക്കമായി വരുന്നത് ഫോർത്ത് റാങ്കിലേക്കുള്ള നീക്കങ്ങളായിരിക്കും. ഇതെല്ലാം പൊസിഷൻ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. നമുക്ക് അടുത്ത ഗ്രൂപ്പായിട്ടുള്ള നീക്കങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. പോൺ G3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിന് മുൻപിലോട്ട് നീക്കം നടത്തുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. അതിനുശേഷം കാസ്ലിംഗ് ചെയ്യുക എന്നാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. G3 എന്ന നീക്കം നടത്തുമ്പോൾ കൃത്യമായ ഡിഫെൻസിങ് മൂവ് നടത്തിയില്ല എങ്കിൽ BG2 എന്ന നീക്കം ബ്ലാക്കിന് അപകടമുണ്ടാക്കും. എന്നാൽ അതിൻ്റെ ഗ്രൂപ്പ് മൂവ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. പോൺ B6, ബിഷപ്പ് G2, BG2 എന്ന നീക്കം നടത്തിക്കൊണ്ട് A8-ലിരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുക എന്നാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ബിഷപ്പ് B7, BB7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ പ്രതിരോധിക്കുന്നു. വൈറ്റ് BG2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യാസ്ലിംഗ് ചെയ്യുവാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കിയെടുക്കുന്നു. കിങ് സൈഡ് ക്യാസ്ലിംഗ്. ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാക്കും ചെയ്യേണ്ടത് ക്യാസ്ലിംഗ് ചെയ്യുവാനുള്ള നീക്കങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ബിഷപ്പ് E7, BE7 എന്ന നീക്കം നടത്തുമ്പോൾ അതൊരു ഡിഫെൻസിങ് മൂവാണ്. അതുകൊണ്ട് ഇനി വൈറ്റിന് അറ്റാക്കിംഗ് മൂവാണോ ഡിഫെൻസിങ് മൂവാണോ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാം. നമുക്ക് അടുത്ത ഗ്രൂപ്പ് നോക്കാം. പോൺ D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് C5-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. C takes D4, Queen takes D4, പോൺ D6, Queen takes D4 എന്ന നീക്കം നടത്തുമ്പോൾ E5 എന്ന സ്ക്വയറിനെ നൈറ്റും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് നിർബന്ധമായും ബ്ലാക്ക് QD4 എന്ന നീക്കത്തെ പ്രതിരോധിക്കേണ്ടതുണ്ട്. പോൺ D6 എന്ന ഒരു ഡിഫെൻസിങ് മൂവ് നടത്തിക്കൊണ്ട് E5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാക്ക് ഡിഫെൻസിങ് മൂവ് നടത്തി എന്നതുകൊണ്ട് വൈറ്റിന് വീണ്ടും അറ്റാക്കിംഗ് മൂവ് ആണോ ഡിഫെൻസിങ് മൂവ് ആണോ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാം. പോൺ B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് C4 എന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. കാരണം മേജർ പീസായ ക്യൂനിനെ പുറകിലോട്ട് നീക്കം നടത്തുമ്പോൾ C4-ലിരിക്കുന്ന പോണിന് സംരക്ഷണം ഉണ്ടാവില്ല. വൈറ്റിൻ്റെ B3 എന്ന നീക്കം ഒരു ഡിഫെൻസിങ് മൂവ് ആയതുകൊണ്ട് ബ്ലാക്കിന് അറ്റാക്കിംഗ് മൂവ് നടത്തണമോ ഡിഫെൻസിങ് മൂവ് നടത്തണമോ എന്ന് തീരുമാനിക്കാം. എന്തായാലും ബ്ലാക്കിൻ്റെ കിങ് സേഫ് അല്ലാത്തത് കൊണ്ട് ബ്ലാക്ക് ക്യാസ്ലിംഗ് ചെയ്യുന്നു. കിങ് സൈഡ് ക്യാസ്ലിംഗ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ബ്ലാക്ക് ക്യാസ്ലിംഗ് എന്ന ഡിഫെൻസിങ് മൂവാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വൈറ്റിന് വീണ്ടും തീരുമാനിക്കാം അറ്റാക്കിംഗ് മൂവ് വേണമോ ഡിഫെൻസിങ് മൂവ് വേണമോ എന്നുള്ളത്. പോൺ E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് D5, F5 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിച്ചുകൊണ്ട് E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റ് വീണ്ടും ഒരു അറ്റാക്കിംഗ് മൂവ് നടത്തുന്നു.
വൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് E5 എന്ന നീക്കം നടത്തുക എന്നുള്ളത് തന്നെയാണ്. നൈറ്റ് ബി D7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് E4 എന്ന നീക്കത്തെ പ്രതിരോധിക്കുന്നു. എന്നാൽ ചെസ്സിൽ ഒരു നീക്കം നടക്കുന്ന സമയത്ത് 2 or 3 ലക്ഷ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. E4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം E5 എന്ന നീക്കം നടത്തുക എന്നത് മാത്രമായിരുന്നില്ല. മേജർ പീസായ ക്യൂനിനെ പുറകിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് സുരക്ഷിതമാക്കുക എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. ക്യൂൻ E3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ സംരക്ഷിക്കുന്നു. പോൺ A6 വൈറ്റ് ക്യൂൻ E3 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റ് ഉദ്ദേശിക്കുന്ന നീക്കം എന്ന് പറയുന്നത് നൈറ്റിനെ D4 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തുക എന്നുള്ളതാണ്. നൈറ്റ് D4 ക്യൂൻ E3 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് മനസ്സിലാക്കുന്നു അടുത്തതായി വൈറ്റിൻ്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് D4 എന്ന ഒരു നീക്കം നടത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ആ ഒരു നീക്കം മുന്നിൽ കണ്ടതുകൊണ്ടാണ് A6 എന്ന നീക്കം നടത്തിക്കൊണ്ട് B5 എന്ന സ്ക്വയറിനെ നിയന്ത്രിക്കുന്നത്. എന്നാൽ B5 എന്ന സ്ക്വയറിനെ നിയന്ത്രിച്ചില്ലായിരുന്നു എങ്കിൽ അടുത്തതായി വരുന്ന അപകടം എന്ന് പറയുന്നത് തിയറി പറയുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം ക്യൂനിനെ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്യൂൻ C7 എന്നൊരു നീക്കം ബ്ലാക്ക് നടത്തുമ്പോൾ നൈറ്റ് B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കും എന്നുള്ളതാണ് A6 എന്ന നീക്കത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്യൂൻ C7 എന്ന നീക്കം നടത്തുമ്പോൾ റൂക്കുകളെ കണക്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ C3യിലിരിക്കുന്ന നൈറ്റിന് സാധിക്കുകയാണെങ്കിൽ ചെറിയ ഒരു അറ്റാക്ക് നൽകുക എന്നുകൂടി ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നു. അതുകൊണ്ട് ബിഷപ്പ് B2 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്കുകളെ കണക്ട് ചെയ്യുകയും C3യിലിരിക്കുന്ന നൈറ്റിന് ഒരു സംരക്ഷണം നൽകുകയും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള വളരെ നല്ല ഒരു ഡയഗൺ സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റൂക്ക് E8 ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും റൂക്കുകൾ കൂടി ഡെവലപ്പ് ചെയ്യുവാനുണ്ട്. ഓപ്പൺ ഫയൽ ഇല്ല എന്നതുകൊണ്ട് ഓപ്പൺ ഫയൽ ആകാൻ സാധ്യതയുള്ള ഫയൽ നോക്കിക്കൊണ്ട് റൂക്ക് E8 എന്ന നീക്കം നടത്തുന്നു. ഈ ഫയൽ ഓപ്പൺ ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കുകയാണെങ്കിൽ ക്യൂനിന് ചെറിയ ഒരു ആക്രമണം വരാനുള്ള സാധ്യതയും നമുക്ക് മുൻകൂട്ടി കാണാം. പോൺ H3 ബ്ലാക്ക് നൈറ്റ് G4 എന്നൊരു നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് H3 എന്ന നീക്കം നടത്തിക്കൊണ്ട് G4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ബിഷപ്പ് F8 BF8 എന്ന നീക്കം നടത്തിക്കൊണ്ട് D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് BF8 എന്ന നീക്കം നടത്തുന്നത്. റൂക്ക് E1 വൈറ്റ് ഈ ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ E8 എന്ന നീക്കത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി റൂക്ക് E1 എന്ന നീക്കം നടത്തുന്നു. റൂക്ക് D8 റൂക്ക് E2 റൂക്ക് E2 എന്നൊരു നീക്കം ഒരു ഡിഫെൻസിങ് മൂവായോ ഒരു അറ്റാക്കിംഗ് മൂവായോ അല്ല നമ്മൾ കാണേണ്ടത്. പകരം റൂക്കുകളെ ഡബിൾ ചെയ്യുന്നതിന് വേണ്ടി E1 എന്ന സ്ക്വയർ സ്വതന്ത്രമാക്കുക എന്ന് മാത്രമാണ് റൂക്ക് E2 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബ്ലാക്കും ചെയ്യേണ്ടത് ബ്ലാക്കിൻ്റെ കൂടുതൽ ആക്റ്റീവ് അല്ലാത്ത പീസുകളെ മുൻപിലോട്ട് നീക്കം നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ക്വയറുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പോൺ G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാനുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുന്നു. റൂക്ക് E1 റൂക്കുകളെ ഡബിൾ ചെയ്യുന്നതോടൊപ്പം ക്യൂൻ കൂടി വന്നതുകൊണ്ട് ക്യൂനാണ് ചെസ് ബോർഡിലെ ഫസ്റ്റ് റാങ്കിൽ ഇരിക്കേണ്ടത്. അതുകൊണ്ട് അടുത്തതായി ക്യൂനിനെ പുറകിലോട്ട് നീക്കം നടത്തുവാൻ വൈറ്റ് നിർബന്ധിതമാകും. ചെസ് ബോർഡിൽ വൈറ്റ് ഒരു ത്രിബിളിംഗ് നടത്തുന്ന സമയത്ത് E8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് ക്യൂനിനെ 8th റാങ്കിലേക്ക് നീക്കം നടത്തുന്നു. ക്യൂൻ B8 എന്നാൽ ഈ ഒരു ക്യൂൻ B8 എന്ന നീക്കത്തിന് നമ്മൾ E8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കുക എന്ന് മാത്രമല്ല ലക്ഷ്യമുള്ളത്. പിന്നീട് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് B5 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ C7ലിരിക്കുന്ന ക്യൂനിന് ഒരു ആക്രമണം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യൂനിനെയും ഓപ്പോണൻറ്റിൻ്റെ ആക്രമണം വരാത്ത
പരമാവധി സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് നീക്കം നടത്തണം എന്നുള്ളത് തന്നെയാണ് ക്യൂൻ D2. റൂക്ക് ഡബിൾ ചെയ്തതിൻ്റെ ഉപയോഗം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ക്യൂനിനെ റൂക്കിൻ്റെ മുൻപിൽ നിന്നും മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തേണ്ടത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ക്യൂൻ D2 എന്ന നീക്കം നടത്തുവാൻ വൈറ്റ് നിർബന്ധിതമാകുന്നു. ബിഷപ്പ് G7. നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ ഒരു പീസ് പുറകിലോട്ട് നീക്കം നടത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ചെസ് ബോർഡ് മറ്റാക്രമണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും പീസുകൾ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി നല്ല സ്ക്വയറിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിർബന്ധമായും ആ നീക്കം നടത്തുവാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായാണ് ബിഷപ്പ് G7 എന്ന നീക്കം നടത്തുന്നത്. ക്യൂൻ D1. വൈറ്റിൻ്റെ ക്യൂൻ വീണ്ടും ഒരു റാങ്ക് കൂടി പുറകിലോട്ട് നീക്കം നടത്തുന്നു. അതുകൊണ്ട് ബ്ലാക്ക് അടുത്ത പീസിനെ ഉപയോഗിച്ചുകൊണ്ട് മുൻപിലോട്ട് നീക്കം നടത്തുവാൻ ശ്രമിക്കണം. നൈറ്റ് C5. നൈറ്റ് C5 എന്ന നീക്കം നടത്തിക്കൊണ്ട് E4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് C1. നൈറ്റ് C5 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റ് പ്രധാനപ്പെട്ട ആക്രമണങ്ങളൊന്നും തന്നെ കമ്പോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് G5 എന്ന സ്ക്വയറിലെത്തിച്ച് നൈറ്റിനെ പിൻ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. റൂക്ക് C8. ബിഷപ്പിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയ കാസ്പ്രോവ് റൂക്കിനെ D5-ൽ നിന്നും C5-ലേക്ക് നീക്കം നടത്തുന്നു. ബിഷപ്പ് G5. BG5 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. പോൺ H6. പോൺ H6 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കാം. അങ്ങനെ ഒരു നീക്കം നടത്തുവാൻ വൈറ്റിന് താല്പര്യമില്ല എങ്കിൽ പിന്നീട് ബിഷപ്പിനെ C1 എന്ന സ്ക്വയറിലേക്ക് തന്നെ നീക്കം നടത്തുന്നതാണ് വൈറ്റിന് കൂടുതൽ നല്ല നീക്കം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുക. ബിഷപ്പ് C1. റൂക്ക് D8. ബിഷപ്പ് B2. ഈ ഒരു നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ പൊസിഷനിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് 4 നീക്കങ്ങൾ നടത്തുമ്പോൾ വൈറ്റിന് 4 മൂവ് നഷ്ടപ്പെടുന്നു. എന്നാൽ ബ്ലാക്ക് ഈ ഒരു സാഹചര്യത്തിൽ H6-ലിരിക്കുന്ന പോണിനെയും 2 റൂക്കുകളെയും മറ്റൊരു ഫയലിലേക്ക് നീക്കം നടത്തുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തി. ബ്ലാക്കിന് ഈ ഒരു സാഹചര്യത്തിൽ ഒരു 3-4 നീക്കങ്ങൾ കൂടുതൽ കിട്ടിയതായി നമുക്ക് മനസ്സിലാക്കാം. ഒരു അറ്റാക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തല്ല നീക്കങ്ങൾ നടത്തുന്നത് എങ്കിൽ നമ്മുടെ ഗെയിമിൽ കുറേ വേസ്റ്റ് മൂവുകൾ ഉണ്ടാവുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ അത് വൈറ്റിന് വലിയ അപകടമുണ്ടാക്കും. കാരണം G7-ലിരിക്കുന്ന ബിഷപ്പിനെ ഡിഫെൻഡ് ചെയ്യുവാൻ വൈറ്റിന് ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള വളരെ നല്ല ഒരു ഡയഗണൽ സ്വന്തമാക്കുവാൻ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. ബിഷപ്പ് B2 എന്ന നീക്കം നമ്മളൊരു ഡിഫെൻഡിങ് മൂവായി തന്നെ കാണാം. അതുകൊണ്ട് 23 നീക്കം നടക്കുന്ന ഒരു സമയം വരെ ബ്ലാക്ക് കാര്യമായ എല്ലാം ഡിഫെൻഡിങ് മൂവുകളും ബ്ലാക്കിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യുകയും മാത്രമായിരുന്നു ചെയ്തിരുന്നത്. BB2 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് അറ്റാക്കിംഗ് മൂവ് തുടങ്ങുകയാണ്. പോൺ B5. പോൺ B5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം വളരെ രസകരമാണ്. കാരണം ഈ ഒരു പൊസിഷൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് ലക്ഷ്യം വെച്ച നീക്കങ്ങൾ എന്തായിരുന്നു എന്നൊന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. C takes B5. പോൺ D5. E takes D5. എന്തായിരുന്നു ബ്ലാക്കിൻ്റെ എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്കൊന്ന് നോക്കാം. ബ്ലാക്കിൻ്റെ മൂന്നാമത്തെ നീക്കമായ E6 എന്ന നീക്കത്തിൽ പ്ലാൻ ചെയ്തിരുന്നത് D5 എന്ന പോണിനെ പുഷ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ ഒരു D5 എന്ന നീക്കം നടപ്പിലാക്കുവാൻ സാധിച്ചത് 24-ാമത്തെ നീക്കത്തിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറ്റിൻ്റെ C4 എന്ന നീക്കത്തിൻ്റെ ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുന്നത് ബ്ലാക്കിൻ്റെ 24-ാമത്തെ നീക്കത്തിലെ D5 എന്ന നീക്കത്തിലാണ് എന്നുള്ളതാണ്. E takes D5. Knight takes D5. Knight takes D5. Bishop takes D5. ഈ ഒരു സാഹചര്യത്തിൽ വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്ക് ടേക്സ് D5 എന്ന നീക്കം നടക്കുകയും അതിനുശേഷം റൂക്കുകൾ ഡബിൾ ചെയ്തുകൊണ്ട്
D4-ലിരിക്കുന്ന നൈറ്റിനെ പിന്നിങ്ങിലാക്കുകയും ആ ഒരു നൈറ്റിനെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ ബ്ലാക്കിന് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ നീക്കങ്ങൾക്കെല്ലാം പുറമെ വളരെ നല്ല ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിച്ചിട്ടുണ്ട്. വൈറ്റിൻ്റെ ഈ ഫയലിൽ ഡബിൾ ചെയ്തിട്ടുള്ള റൂക്ക് ഓപ്പൺ ഫയലിലാകണമെന്നുണ്ടെങ്കിൽ E6-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാപ്ചർ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഡബിൾ ചെയ്ത റൂക്കുള്ള ഈ ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് അത് ഉപകാരപ്രദമാകും എന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് ചെസ്സ് കളിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോണൻറ്റ് ഓപ്പണിങ്ങിൽ റൂക്കുകൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഫയൽ ഓപ്പൺ ചെയ്ത് കൊടുക്കരുത്. ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അത് ഓപ്പോണൻറ്റിന് ഗുണം ചെയ്യുകയും ബ്ലോക്ക് ചെയ്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ 2 റൂക്കുകൾ ഡെഡ് പീസായും നമുക്ക് കാണുവാൻ സാധിക്കും. പോൺ B4, വൈറ്റ് B × D5 എന്ന നീക്കം നടത്തുന്നതിന് പകരം പോൺ B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് C5-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തിരിക്കുന്ന ഈ ഒരു നൈറ്റ് വളരെയധികം അപകടകാരിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു നീക്കം നടത്തുന്നത്. ബിഷപ്പ് ടേക്സ് G2. കാസ്ലിംഗ് ചെയ്ത കിങ്ങിൻ്റെ സംരക്ഷണത്തിലുള്ള ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് ടേക്സ് G2. കാസ്ലിംഗ് ചെയ്ത കിങ്ങിൻ്റെ സംരക്ഷണത്തിലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിച്ചപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു F1, F3, H1, H3, G2 എന്നീ സ്ക്വയറുകളുടെ സംരക്ഷണം വൈറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കാസ്ലിംഗ് ചെയ്ത കിങ്ങിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന ബിഷപ്പ്, നൈറ്റ് ഇവ നമുക്ക് ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കുക. അങ്ങനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം നമുക്ക് പിന്നീട് ലഭിക്കുന്നതാണ്. പോൺ E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് D4-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. B ടേക്സ് C5, E ടേക്സ് D5. ഈ ഒരു സാഹചര്യത്തിൽ വൈറ്റിന് ബിഷപ്പിൻ്റെയും റൂക്കിൻ്റെയും സംരക്ഷണത്തോടു കൂടി D4-ൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. റൂക്ക് D2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഈ ഒരു പോണിനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു. റൂക്ക് ടേക്സ് C5 എന്ന നീക്കം നടത്തുമ്പോൾ B5-ൽ ഇരിക്കുന്ന പോണിനെ കൂടി ആക്രമിക്കുവാൻ റൂക്കിന് സാധിക്കുന്നു. B ടേക്സ് A6. വൈറ്റിൻ്റെ പോൺ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് പോൺ ഉപയോഗിച്ചുകൊണ്ട് A6-ലിരിക്കുന്ന ബ്ലാക്കിൻ്റെ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ A8 ചെക്ക്, QA8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ A6-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ക്യൂൻ F3, QF3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ക്യൂൻ ടേക്സ് A6. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ നോക്കിയാൽ വൈറ്റിന് ഒരു ഔട്ട്സൈഡ് പാസ് പോണും ബ്ലാക്കിന് സെൻട്രൽ പാസ് പോണുമായതുകൊണ്ട് വൈറ്റ് പൂർണ്ണമായും ഡിഫെൻസിങ്ങിലും ബ്ലാക്കിന് ചെറിയ ഒരു മുൻതൂക്കമുള്ളതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റൂക്ക് D1. റൂക്കുകളും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് D4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ചെസ് ബോർഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡയഗണലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് H1 മുതൽ A8 വരെയുള്ള ലേറ്റ് ഡയഗണലാണ്. ഈ ഡയഗണൽ എപ്പോഴാണോ വൈറ്റിന് നഷ്ടപ്പെടുന്നത് ആ നിമിഷം മുതൽ ബ്ലാക്കിന് വിജയം ഉറപ്പിച്ചുകൊണ്ട് കളിക്കുവാൻ സാധിക്കും. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുമ്പോൾ F2-ലിരിക്കുന്ന പോണിനു കൂടി ചെറിയ ഒരു ആക്രമണം നൽകുവാൻ സാധിക്കുന്നു. ക്യൂൻ E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് D4-ലിരിക്കുന്ന പോണിന് ഒരു ആക്രമണം നൽകുന്നു. ക്യൂൻ A4 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് D4-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല D1-ലിരിക്കുന്ന റൂക്കിന് ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നൽകുവാൻ ബ്ലാക്കിന് സാധിച്ചിരിക്കുന്നു. ആ ഒരു സമയം തന്നെ ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് E8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം കൂടി സ്വന്തമാക്കുവാൻ ക്യൂനിന് സാധിക്കുന്നു.
പോൺ A3. A3 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം A2 സമയത്ത് ഒരു കാരണവശാലും ക്യൂവിന് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ക്യാപ്ചർ ചെയ്യില്ല. കാരണം പോണിനെ ക്യൂവിന് ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് ടേക്സ് D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കിലൂടെ ക്യൂവിനെ ആക്രമിക്കുവാൻ വൈറ്റിന് സാധിക്കുമായിരുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ A3 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് D1 എന്ന സ്ക്വയറിലിരിക്കുന്ന റൂക്കിനെ ആ ഒരു സ്ക്വയറിൽ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തിക്കൊണ്ട് ക്യൂവിന് ഉപയോഗിച്ചുകൊണ്ടുള്ള D1 റൂക്കിനെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. റൂക്ക് E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂവിനെ ആക്രമിക്കുന്നു. ക്യൂൻ B7. വൈറ്റ് ആ ഒരു ഡയഗണൽ നഷ്ടപ്പെടുത്തുവാൻ താല്പര്യം കാണിക്കുന്നില്ല. റൂക്ക് D8, റൂക്ക് D3, പോൺ H5 എന്ന നീക്കത്തിൻ്റെ പ്രാധാന്യം എൻഡ് ഗെയിം ആവുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു പൊസിഷനിൽ G4 എന്ന നീക്കത്തിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് മാത്രമാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. റൂക്ക് 1 D2 ക്യൂവിൻ്റെ ആക്രമണത്തിൽ നിന്നും റൂക്കിനെ സംരക്ഷിക്കുന്നു. ക്യൂൻ E8 ഫസ്റ്റ് റാങ്കിൽ നിന്നും റൂക്ക് സെക്കൻഡ് റാങ്കിലേക്ക് നീക്കം നടത്തുമ്പോൾ E1 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം റൂക്കിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് E1 എന്ന സ്ക്വയർ ക്യൂവിന് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു. കിങ് F1 K1 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ലേറ്റ് സ്ക്വയർ ബിഷപ്പ് നഷ്ടപ്പെട്ടതിൻ്റെ പ്രശ്നം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാക്കിൻ്റെ ക്യൂനിനെ E4 എന്ന സ്ക്വയറിൽ എത്തിക്കുവാൻ സാധിക്കുകയാണ്. ബ്ലാക്കിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. ആ ഒരു നീക്കം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ബ്ലാക്ക് ചെറിയ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. റൂക്ക് B8 എന്ന നീക്കം നടത്തുമ്പോൾ ക്യൂനിന് ഇനി G2 അല്ലെങ്കിൽ H1 എന്ന ഒരു സ്ക്വയറിലേക്കാണ് ആ ഒരു ഡയഗണലിൽ നിൽക്കുവാൻ സാധിക്കുന്നത്. ഇനി വൈറ്റിൻ്റെ ക്യൂനിന് സെൻട്രൽ ഡയഗണൽ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ G2 അല്ലെങ്കിൽ H1 എന്ന സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. G2 അല്ലെങ്കിൽ H1 എന്നീ സ്ക്വയറിലേക്ക് ക്യൂൻ നീക്കം നടത്തുകയാണെങ്കിൽ ക്യൂൻ തികച്ചും ഒരു ഡെഡ് പീസ് ആവും. അതുകൊണ്ട് ക്യൂൻ സെൻട്രൽ ഡയഗണൽ വിട്ടുകൊടുത്തുകൊണ്ട് മറ്റൊരു നീക്കം നടത്തുന്നു. ക്യൂൻ C7. എന്നാൽ ഈ ഒരു സമയത്ത് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് E4 എന്ന നീക്കം നടത്തുവാൻ സാധിക്കില്ല. കാരണം ബ്ലാക്കിൻ്റെ റൂക്ക് ക്യൂനിൻ്റെ ആക്രമണത്തിലാണ്. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു ടാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റ് സ്വന്തമാക്കുന്നു. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. റൂക്ക് ടേക്സ് B2. ബ്ലാക്ക് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് നടത്തിക്കൊണ്ട് E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നു. ക്യൂൻ E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്ന സമയത്ത് H1 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൻ C4 ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിന് ഒരു സംരക്ഷണം നൽകുന്നു. ക്യൂൻ H1 ചെക്ക്. ചെസ് ബോർഡിലെ ലൈറ്റ് സ്ക്വയർ സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോൾ ബ്ലാക്കിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഇനി നമുക്ക് നോക്കാം. കിങ് E2 ക്യൂൻ H1 ചെക്ക്. കിങ് E2 ക്യൂൻ G1 റൂക്ക് F2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു മേറ്റിംഗ് ത്രെട്ട് നൽകുവാൻ ബ്ലാക്ക് ശ്രമിക്കുന്നു. റൂക്ക് ടേക്സ് F2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു മേറ്റിംഗ് ത്രെട്ട് നൽകുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. എന്നാൽ F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് മേറ്റിംഗ് ത്രെട്ട് ഒഴിവാക്കുവാൻ വൈറ്റിന് സാധിക്കില്ല. റൂക്ക് B8 ചെക്ക്. റൂക്ക് B8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ സംരക്ഷിക്കുന്നു. കിങ് H7 പോൺ F4
പോൺ F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു മേറ്റിംഗ് ത്രെട്ട് ഒഴിവാക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. F4 ഇരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മേറ്റിംഗ് ത്രെട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും എന്നുള്ളത് കൊണ്ട് G3 ഇരിക്കുന്ന പോണിനെ H5 ഇരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. പോൺ H4. H5 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് മുൻകൂട്ടി കണ്ട വലിയ ഒരു ഉപയോഗമായിരുന്നു. H4 എന്ന നീക്കം നടത്തിക്കൊണ്ട് G3 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാം എന്നുള്ളത്. റൂക്ക് B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുന്നു. എല്ലാ പീസുകളും വെട്ടിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വീണ്ടും ഒരു വിജയപ്രതീക്ഷ വൈറ്റിനുണ്ട് എന്ന് തന്നെയാണ് ഈ നീക്കം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൂക്ക് ടേക്സ് B5, ക്യൂൺ ടേക്സ് B5. ചെസ്സ് കളിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓപ്പോണൻ്റെ പീസുകൾ തുടരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്രമണം നടത്തുന്ന പീസുകളെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഒരു ടെമ്പോ നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. H ടേക്സ് G3 എന്ന നീക്കം നടത്തിക്കൊണ്ട് F4 ഇരിക്കുന്ന പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൻ G5. ഈ ഒരു സാഹചര്യത്തിൽ G3 ഇരിക്കുന്ന പോൺ വളരെ അപകടകാരിയാണ്. 2 നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ബ്ലാക്ക് ഈ സാഹചര്യത്തിൽ ഒരു പോൺ പ്രൊമോഷന് പകരം ഒരു ചെക്ക് ആണ് കമ്പോസ് ചെയ്യുന്നത്. നമുക്ക് ബ്ലാക്കിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം. ക്യൂൻ F2 ചെക്ക്, കിങ് D1, KD1 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റ് ഈ ഗെയിം റിസൈൻ ചെയ്തിരിക്കുന്നു. എന്നാൽ നമുക്ക് തുടർന്ന് വന്ന നീക്കങ്ങൾ എന്തായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കാം. ക്യൂൻ F1 ചെക്ക്, QF1 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെയും കിങ്ങിനെയും ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് C2. വൈറ്റിൻ്റെ പീസുകൾ ഒരു കാരണവശാലും ഡാർക്ക് സ്ക്വയറിലേക്ക് നീക്കം നടത്തുവാൻ പാടില്ല. ബ്ലാക്കിൻ്റെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിന് ഈ ഒരു സാഹചര്യത്തിൽ പരിപൂർണമായ ഒരു ഉപയോഗം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഡാർക്ക് സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ കൂടി കളിയിലേക്ക് കൊണ്ടുവരുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൻ E2 ചെക്ക്, റൂക്ക് D2. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. D3 ചെക്ക്. D3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ ബിഷപ്പിൻ്റെ ഡയഗണൽ തുറക്കുവാൻ കൂടി ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് C1, ക്യൂൻ E1 ചെക്ക്, റൂക്ക് D1. വൈറ്റിന് മറ്റ് നീക്കങ്ങളൊന്നും തന്നെ കിങ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുവാൻ സാധിക്കില്ല. കാരണം വൈറ്റിൻ്റെ റൂക്ക് നഷ്ടപ്പെടും. ക്യൂൻ C3 ചെക്ക്, കിങ് B1, ക്യൂൻ B2 ചെക്ക് മേറ്റ്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.